ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗം ഷാജികുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ഷാജികുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു മണ്ഡലകാലത്ത് ആസൂത്രിതമായി കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവും, ബോധപൂർവമായ ശ്രമമുണ്ടോ എന്ന് ഞങ്ങൾ പേടിക്കുന്നുണ്ട് എന്ന്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെ ഭക്തരെ പേടിപ്പിക്കുകയാണോ എന്നാണ്. അതായത് മണ്ഡലകാലത്ത് ആരും ഇങ്ങോട്ട് വരണ്ടേ, ഇവിടെ കുഴപ്പമുണ്ടാവുമേ എന്ന് പറയാണോ ദേവസ്വം ബോർഡ്? ഞങ്ങള് മണ്ഡല മകരവിളക്ക് കാലം സമാധാനപരമായി ശാന്തമായി നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയാണ്. ഞങ്ങളുടെ ശ്രദ്ധ ആ കാര്യങ്ങളിലാണ്. എല്ലാ മാസവും ശബരിമലയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ഞങ്ങൾ ചേരുകയാണ്. അതിൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ പോലെ ഏറ്റവും മാതൃകാപരമായ ഒരു മണ്ഡല മകരവിളക്ക് കാലം നടത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് ഞങ്ങൾ. അവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക, അയ്യപ്പ ദർശനം സുഗമമാക്കുക. അതൊക്കെ ശരി, അതൊക്കെ ബോർഡിന്റെ ഉത്തരവാദിത്വമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കൊണ്ട് ഈ മണ്ഡലകാലത്ത് ബോധപൂർവമായ കുഴപ്പങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കുന്നുണ്ട്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അത് നടക്കട്ടെ. നോക്കൂ, ഇപ്പോ ബഹുമാന്യ രാഹുൽ ഈശ്വർ പറഞ്ഞു ബാദർ സ്വാമിയെ പറ്റി ഒരു പുതിയ വെർഷനുമായി ചർച്ച കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അയ്യപ്പനും ബാബരും തമ്മിലുള്ള ഹൃദയ ഐക്യം, ആത്മബന്ധം എല്ലാവർക്കും ഒരു മാതൃകയാക്കേണ്ടതാണ്. ഞങ്ങൾ ശബരിമലയെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഉത്തുംഗമായ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. ചില ആളുകൾ ഇല്ലാ കഥകൾ വല്ലാതെ പ്രചരിപ്പിച്ച് വിദ്വേഷം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്, അത്രമാത്രം. അല്ല, അതിപ്പോ ഒരു സ്വാമി പറഞ്ഞു എന്നുള്ളതല്ലാതെ മുഖ്യധാരാ സംഘടനകൾക്കൊന്നും അക്കാര്യത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ലല്ലോ. ഇപ്പൊ NSS ഓ SNDP ഓ അയ്യപ്പ വിശ്വാസികളോ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളോ ഒന്നും അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. അപ്പൊ അതിൽ അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനം ഉണ്ടോ? ഒരു ഒറ്റപ്പെട്ട വിഷയമായി ഞങ്ങൾ കാണുന്നില്ല. അത് കുറെ നാളുകളായി നവമാധ്യമങ്ങളിൽ അടക്കം അത്തരം ഒരു പരിപ്രേക്ഷ്യമായിട്ട് ചില ആളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസന കാര്യത്തിൽ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിന് വിപരീതമായി ഒരു വിദ്വേഷ സംഗമം കൊണ്ടുവന്നു. അപ്പോ അതെല്ലാം ഈ ഒരു സന്ദേശത്തോടെയാണ് ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നോട്ടൊന്നുമില്ല. അവിടെ വരുന്ന എല്ലാ ഭക്തർക്കും വളരെ സന്തോഷകരമായ സുഗമമായ അയ്യപ്പ ദർശനം സാധ്യമാക്കാൻ ഞങ്ങൾ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഭയാശങ്കയൊന്നുമില്ല. അങ്ങനെ ഏതെങ്കിലും ശക്തികൾ ശ്രമിച്ചാൽ അതിന് ഭക്തരെ ഉപയോഗിച്ച് പ്രതിരോധം തീർത്തുകൊണ്ട് എല്ലാവർക്കും സുഖമായ ദർശനം ഞങ്ങൾ ഉറപ്പാക്കും. അത് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അല്ല, ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞു, സാമുദായിക സംഘടനകളും മറ്റുമൊക്കെ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടാവുമോ എന്നുള്ളതാണല്ലോ ആശങ്ക. അതിലിപ്പോൾ ഈ യുവതീ പ്രവേശനം ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് MV ഗോവിന്ദൻ മാഷ് തന്നെയും പറയുന്നു. യുവതീ പ്രവേശനമല്ല, മറ്റെന്തെങ്കിലും കാര്യം ഇനി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന മാസങ്ങളിൽ വരുമെന്നാണോ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്തർ ഇപ്പോ രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞു, ഭക്തർ വരും, സ്വമേധയാ വരും. അത്തരം പുതിയ വാദരുമായുള്ള ബന്ധത്തിന് പുതിയ വ്യാഖ്യാനം നൽകി വർഗീയ സംഘർഷം ഉണ്ടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ ഭക്തർ തന്നെ നേരിട്ടിടപെട്ട് അതെല്ലാം പിന്തള്ളിക്കളയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് അതിനകത്തൊരു ആശങ്കയൊന്നുമില്ല. അങ്ങനെ ഉണ്ടായാൽ അതിനെ മറികടക്കാൻ ആവശ്യമായ ഭക്തരുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി. അതാണല്ലോ ഇപ്പൊ തന്നെ ശബരിമലയുടെ പിന്തുണ, വിശ്വാസികളുടെ പിന്തുണ ഞങ്ങൾക്കാണ് എന്നുള്ളതാണ് ബോർഡിന്റെയും സർക്കാരിന്റെയും അവകാശവാദം. എന്തായാലും വൃശ്ചിക മാസത്തിൽ മണ്ഡല തീർത്ഥാടനം തുടങ്ങുകയാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അതൊരു തീർത്ഥാടന കേന്ദ്രമായി, അതൊരു ആത്മീയ കേന്ദ്രമായാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ കളികൾ ഏത് ഭാഗത്തു നിന്നായാലും അനഭിലഷണീയ